വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഇഞ്ചി ഇട്ടു, വെളുത്തുള്ളി ഇട്ട് ഇനി ഇത് വഴറ്റി ശകലം നേരം നാവി കയറട്ടെ, ചൂടാവട്ടെ. ഇഞ്ചി ഉള്ളി വഴന്ന് വന്നതിനകത്തേക്ക് സവാള കയറുന്നത്, വെളുത്തുള്ളി, ചെറിയ ഉള്ളിയാണ് നല്ലത്. പക്ഷെ എൻ്റെ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള ഉള്ളി ഇടുന്നു. ഇത് വഴറ്റാം. ഉപ്പ് ഇളക്കാം, ഇതിനൊക്കെ ഇട്ട് കൊടുക്കാം, ഇളക്കാം. ഇനി തക്കാളി ഇടാം. ഇത് നല്ലതായിട്ട് വഴങ്ങണം. ഇതിനകത്തിന് കുറച്ചൊന്ന് എടുത്ത് മാറ്റി വെക്കാം. അതൊക്കെ ചൂടായിട്ട് ഇത്ര ഞാനെടുത്ത് മാറ്റി വേണം. പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മുരിങ്ങ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കും. വെള്ളം ഒരു തുള്ളി ഉപ്പ് ഇട്ട് അടച്ച് വെച്ച് വേവിക്കും. ഇനി നമുക്ക് അരപ്പുണ്ടാക്കാം. മുമ്പേ മാറ്റി വെച്ച തക്കാളി ഉള്ളിയും കൂടെ വഴറ്റിയത്, 2 കുരുമുളക്, ഇത് തേങ്ങ, ഉള്ളി, വെളുത്തുള്ളി, മുളക്, മല്ലിപ്പൊടി ഇതെല്ലാം കൂടി ഇട്ട് വറുത്തെടുത്ത് ഒരു തേങ്ങയുടെ ഇത് പൊടി, തേങ്ങാക്കൂട്ട്, വറുത്ത കൂട്ട്. ഇതെല്ലാം കൂടെ അരച്ചെടുത്തുകൊണ്ട് നമുക്ക് വരാം. ഉപ്പൊക്കെ നോക്കണം. ഈ സമയത്ത് ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇച്ചിരി കൂടെ വേണം. ഇച്ചിരി ഉപ്പ് കുറവാണ്, ഉപ്പിടാതെ. നമുക്ക് പ്രോൺസ് ഇട്ട് കൊടുക്കുക. കൂടെ അരപ്പും കൂടെ. നമ്മൾ നല്ലതായിട്ട് അരച്ചെടുത്ത് അരപ്പും കൂടെ അങ്ങോട്ട് ഒഴിക്കുക. ഇനി അരപ്പും കൊഞ്ചും എല്ലാം കൂടെ തന്നെ അരട്ട് കൂട്ടത്തിൽ നമുക്കൊരു ചെറിയ കഷ്ണം പുളിയും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പ് കുറവ് വെച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. നമുക്ക് ഉപ്പും കൂടെ വേണം. ഇത് വെന്ത് ഓക്കെ. ഇനി നമുക്ക് ഇതിനകത്ത് ഇച്ചിരി കടുക് വറുത്തിടാം. അല്പം മുളക് പൊടി, ഒരു തുള്ളി ഉലുവപ്പൊടി, സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ആ ചൂടിൽ മതി. ഇതങ്ങനെ അതിനകത്തോട്ട് ഒഴിക്കുക. മീൻ കറിക്കകത്തോട്ട്